ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിശ്വാസമുള്ള ആളുകൾ എന്ന നിലയിൽ ആവശ്യമുള്ളവരെ സഹായിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ശബ്ദമുയർത്താനും ദൈവം നമ്മെ വിളിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിൽ യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു പാപ്പ. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയും ഇന്നത്തെ ലോകത്തിലെ വെല്ലുവിളികളിൽ അതിന്റെ സ്വാധീനത്തെയും പരിഗണിച്ചാണ് പരിശുദ്ധ പിതാവ് സന്ദേശം ആരംഭിച്ചത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ പൊതുകാര്യങ്ങളുടെ ഉപദേഷ്ടാവായി നൈജീരിയൻ വൈദികനെ നിയമിച്ച് ലിയോ 14 പാപ്പ. നൈജീരിയൻ വൈദികനായ ഫാദർ ആന്റണി ഒനുമിച്ചെ എക്കോയെയാണ് ലിയോ 14 പാപ്പ നിയമിച്ചത്. സെപ്റ്റംബർ യുനെസ്കോയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായി നിയമിതനായ ഫാദർ റോബർട്ടോ ക്യാംസ്പിയുടെ പിൻഗാമിയായിട്ടാണ് ഫാദർ ആന്റണി സ്ഥാനമേറ്റത്. വത്തിക്കാനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കത്തോലിക്ക സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ഫാദർ ആന്റണിക്കായിരിക്കും. റോക്ക് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വൈദികന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. പെൻസിൽവാനിയയിൽ നിന്നുള്ള ഫാദർ മാക്സിമിലിയൻ മേരി ഡീൻ ആണ് ഈ റോക്ക് ആൻഡ് റോൾ വൈദികൻ. അദ്ദേഹം തന്റെ ദിവസങ്ങൾ ചെലവഴിക്കുന്നത് ദിവ്യബലി അർപ്പിച്ചും മണിക്കൂറോളം ദിവ്യകാരുണ്യ ആരാധന നടത്തിയും ജപമാല ചൊല്ലിയുമാണ്. എന്നാൽ ഇതിന്റെയൊക്കെ കൂടെയാണ് അദ്ദേഹം റോക്ക് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. വത്തിക്കാനിൽ നടന്ന കാത്തലിക് മ്യൂസിക് അവാർഡുകളിൽ മികച്ച റോക്ക് സംഗീത വിഭാഗത്തിലെ ഫൈനലിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 പാട്ടുകൾ മികച്ച മരിയൻ ഗാനത്തിനുള്ള അവാർഡും നേടിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള 2ാം ആഗോളദിനം പ്രഖ്യാപിച്ച് ലിയോ 14 പാപ്പ. 2026 സെപ്റ്റംബർ 25 മുതൽ 27 വരെ റോമിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള 2ാമത് ആഗോള സമ്മേളനം നടക്കുമെന്ന് പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ പരിപാടിയുടെ ഔദ്യോഗിക ലോഗോ പതിപ്പിച്ച പതാക പാപ്പ ആശീർവദിച്ച് ഒപ്പുവെച്ചു. ലോകമെമ്പാടുമുള്ള കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥനയും ആഘോഷവും പങ്കിടുന്ന അവസരമായിരിക്കും ഈ ദിനങ്ങളെന്ന് സംഘാടക സമിതി അറിയിച്ചു. കുട്ടികൾ സമാധാനത്തിന്റെ സൗന്ദര്യം ആദ്യം കുടുംബത്തിൽ നിന്ന് തന്നെ അനുഭവിക്കണമെന്ന് കർദിനാൾ കെവിൻ ഫാരൽ അഭിപ്രായപ്പെട്ടു. ഗ്വാട്ടിമാല അതിരൂപതയുടെ 2ാം സിനഡിന്റെ സമാപനത്തിൽ പങ്കെടുത്തത് 45,000-ലധികം വിശ്വാസികൾ. മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ മുന്നിലുള്ള പ്ലാസ ഡീലി കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് ഈ ചരിത്രപരമായ കൂടിച്ചേരൽ നടന്നത്. പ്രാദേശിക സഭയുടെ ദൗത്യത്തിന് പുത്തൻ ഉണർവ് നൽകുവാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഗ്വാട്ടിമാല ആർച്ച് ബിഷപ്പ് സിനഡ് വിളിച്ചു ചേർത്തത്. ആളുകളുടെ ദുരിതങ്ങൾ ശ്രവിക്കണമെന്നും സിനഡിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.